അപ്പോൾ ഇന്ന് നമ്മുടെ ഡോഡ്ജ് ഡുറങ്ങോയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനാണ് ഇന്ന് പോണത്. എന്തായാലും നമ്മ ഡോഡ്ജ് ഡുറങ്ങോക്കും നമ്മുടെ BMW M5-നും നമ്മ ഒരു പുതിയൊരു നമ്പർ പ്ലേറ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അത് കളക്ട് ചെയ്യാനാണ് ഇന്നിപ്പോൾ പോണത്. അതിനുശേഷം നമുക്കൊരു ട്രിപ്പ് പോലെ ഒരു സ്ഥലത്തേക്ക് പോകണം. എന്തായാലും നമ്മൾ ട്രോപ്പിക്കിലേക്ക് പോകാനാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഞാൻ ട്രോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ എൻ്റെ ഒരു സെയിൽ മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ കാണിച്ചിട്ട് എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നെ അതിന് ശേഷം വേറൊരു ദിവസമായിരിക്കും നമ്മൾ നേരെ അങ്ങോട്ട് ഒരു ട്രിപ്പ് പോലെ തന്നെ ആ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, എന്തായാലും നമുക്കിനി ഇവിടുന്ന് നേരെ പുറപ്പെടാം. ഞാൻ എന്തായാലും നമ്പർ പ്ലേറ്റ് ഏതാണ് എന്താണെന്നൊന്നും ഞാൻ പറയണില്ല ഇപ്പം. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇത് പോകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ സിറ്റി വണ്ണിത്തെ ഗാരേജിൽ തന്നെയാണ് ഞാൻ പോണത്. ഓക്കെ, എന്തായാലും നമുക്കിനി അവിടെ പോയിട്ട് കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് എന്തായാലും ട്രോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടേക്ക് വണ്ടി ഇടാം. ഓക്കെ, ഇവിടെ അടിയൊക്കെ തട്ടുമെന്നാണ് എൻ്റെ പേടി. ചിലപ്പോൾ തട്ടാറുണ്ട് എൻ്റെ പല വണ്ടികളും ഇങ്ങോട്ട് എടുക്കുമ്പോഴൊക്കെ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ അവരുടെ കാർ സെയിലൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോയി അവിടെ ഇരിക്കാം. ഇതിലൊരു ഇതൊക്കെ സെറ്റാക്കിയിട്ട് വിളിക്കും, അപ്പോൾ നമുക്ക് വന്നാൽ മതി. ഓക്കെ, എന്തായാലും ഞാൻ നേരെ അവിടെ പോയിട്ട് ഇരിക്കട്ടെ കേട്ടോ. കേസ് എന്തായാലും അവർ സെറ്റാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ കേസ്, നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ BMW M5-ൻ്റെ നമ്പർ പ്ലേറ്റ് ഞാൻ അവരുടെ നിന്ന് പിന്നെ വന്ന് വാങ്ങിക്കുക, കാരണം അത് റെഡി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളെന്തായാലും നമ്പർ പ്ലേറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് KL45M8055 എന്നാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ്. എന്തായാലും ഈ വണ്ടിക്ക് M5-ൻ്റെ നമ്പർ പ്ലേറ്റ് തന്നെ നമുക്ക് ഇതിലേക്കും ഫിറ്റ് ചെയ്യാനുള്ളതുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തോ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. എന്തായാലും നമുക്കിവിടുന്ന് നേരെ അങ്ങോട്ട് വിടാം, നമ്മുടെ ട്രോപ്പിക്കിലേക്ക്. എന്തായാലും ഇതിന് നമ്പർ പ്ലേറ്റ് വെച്ചപ്പോൾ വണ്ടി സീൻ ലുക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ M5-ൻ്റെ നമ്പർ പ്ലേറ്റ് ഇതിൽ വെക്കുമ്പോഴും ലുക്ക് ഉണ്ടാവുമായിരിക്കാം. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. എന്തായാലും ഇപ്പം ഇത് എടുക്കട്ടെ. എന്തായാലും M5-ൻ്റെ നമ്മൾ വേറൊരു ദിവസം കളക്ട് ചെയ്യാൻ വരും. നമുക്കിനി നേരെ ഇവിടുന്ന് ട്രോപ്പിക്കിലേക്ക് പോകാം. ഇപ്പം എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പുതിയ സെയിൽ മാർക്കറ്റ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചൊരു ഷോപ്പാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് കാറും കാര്യങ്ങളൊക്കെ സെല്ലാക്കാനുള്ള ഒരു ഇതാണ്, ഒരു ഷോപ്പ് പോലെയാണ് വെച്ചേക്കുന്നത്. എന്തായാലും ഇത് നല്ല രീതിക്ക് തന്നെ പണിയെടുത്തിട്ടുണ്ട് ഇതിൽ. ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം എന്താ എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നും മിക്കയിടത്തുനിന്നൊക്കെ എൻട്രൻസ് ഉണ്ട്. നമുക്ക് ഈ വഴി ആൾക്കാർക്ക് കയറാം, മറ്റേ വഴി വണ്ടികൾക്ക് കയറി നിൽക്കാം. എന്തായാലും ഇവിടെ ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും വണ്ടിയും ഇച്ചിരി 4-5 വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കെടുക്കണുണ്ട്. അകത്തും നമുക്ക് വണ്ടി സെയിലാക്കാനൊക്കെ പറ്റും. ഇവിടെ പിന്നെ നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഡീലേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, കാർ സർവീസ് മാർക്കറ്റ്. നമ്മൾ ഇങ്ങോട്ട് കയറുകയാണെങ്കിലും ഇവിടെ ആരൊക്കെ ഉണ്ടാവും, നമ്മുടെ ഡീലേഴ്സും സ്റ്റാഫും
ഇവിടെ ഉണ്ടാവും. എല്ലായിടത്തും പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ഓയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, വണ്ടിക്ക് ആവശ്യമുള്ള എല്ലാ സ്പെയർ പാർട്സും പിന്നെ ഒരു വണ്ടിയുടെ ബമ്പറും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റാക്കി കൊടുക്കും. അതിനാണ് പുറത്താണ് അതിൻ്റെ ഒരു സ്ഥലം. ഇപ്പം എന്തായാലും നമുക്ക് മേലേക്ക് കയറാം. മേലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെ സോഫ ഇട്ടുണ്ട്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ വണ്ടി വാങ്ങാൻ വന്നവരായാലും സർവീസ് ചെയ്യാൻ വന്നവരായാലും അവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമാണ് ഇത്. ഇവിടെ നമ്മുടെ സ്റ്റാഫും അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഇരിക്കും. ഇതാണ് മുകളിൽ. എന്തായാലും ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിൽ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമുക്കിനി നേരെ പുറത്തേക്ക് പോവാം. എന്തായാലും ഇത് ഷോറൂമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെയാണ് ഒരു ഇങ്ങനെ ഒരു ഇത്. എന്തായാലും നമുക്ക് നേരെ വണ്ടി കയറിയിട്ട് നമ്മുടെ ട്രോപ്പിക്കിലെ ഒരു വെള്ളച്ചാട്ടം, ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോണത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാം. എനിക്കത് എവിടെയാന്ന് കറക്റ്റ് സ്ഥലം ഓർമ്മ തന്നെയില്ല. ഞാൻ ഇങ്ങോട്ട് അത്രക്കും വന്നിട്ടില്ല, അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ എൻജിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണത്. ഓക്കെ, എന്തായാലും നമ്മ അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടായിരിക്കും നമ്മ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാം. എനിക്ക് കറക്റ്റ് വഴി അറിയൂല. നമുക്ക് എന്തായാലും പോയി നോക്കാം. എത്തേണ്ടടത്തേക്ക് എത്തിക്കോളൂ. എങ്ങാനും വഴി തെറ്റിയാൽ തിരിച്ചു വരാനും പറ്റുമല്ലോ. അതിൻ്റെ ഒരു ഇതിനാണ് പോണേ. പിന്നെ നമ്മുടെ ഡോഡ്ജ് ഗീവ് അവേ തരാൻ നിന്ന ഡോഡ്ജ് നമ്മൾ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കണേന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് പോകാം. അല്ലേ പണി പാളും. തിരിച്ച് വീട് വരെ പോകാനുള്ളതല്ലേ. ഓക്കെ, നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചാലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എത്രത്തോളം ഇതാവും. ഓക്കെ, ഇത്ര മതി. ഇപ്പം എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോവാം. നമ്മുടെ ആ ഡോഡ്ജിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രേ കളർ അടിച്ചിട്ട് അതുമ്മേ ബ്ലാക്ക് ലൈന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ഈ വണ്ടിക്കും അങ്ങനെ ചെയ്താലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു തന്നെ മതി, സീനൊന്നും ഉണ്ടാവില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ആലോചിച്ച് ചെയ്യാം. എന്തായാലും ഇച്ചിരി ദിവസം ഇങ്ങനെ ആയിരിക്കും പോവുക. പിന്നെ നമ്മൾ ഇതിൽ ഈ വണ്ടിയിൽ ചിലപ്പോൾ ഇച്ചിരി കൂടി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. നമുക്ക് പിന്നെയും വഴിതെറ്റി ഗൈസ്. നമ്മൾ വഴിതെറ്റി ഒരു വിധമായി. പല വഴി കൂടെയാണ് ഞാൻ ഇപ്പോൾ പോണത്. എന്തായാലും ഇങ്ങോട്ട് ഇവിടെ പോയിട്ട് നമുക്ക് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. എന്തായാലും ഇവിടേക്ക് ഒന്ന് പോയിട്ട് കണ്ടിട്ട് പോവാം. ഇങ്ങനെ കണ്ടപ്പോൾ വേഗം ഒന്ന് വന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചാൽ ഈ ബോട്ടിലൊക്കെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അവിടെ ആ അറ്റത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഇറങ്ങി ഈ ബോട്ടിലൊക്കെ കയറാൻ പറ്റുമോ എന്ന് നമുക്ക് അവിടെ വെച്ച് ഓക്കെ. അവിടെ ഇപ്പോൾ വണ്ടിയുടെ അവിടെ ഇട്ടാലോ, ഇവിടെ ഇട്ട് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു ബോട്ടൊക്കെ ഉണ്ട്. അത് ഇതിൽ കയറി നോക്കാം. ഇതിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്ന് കയറി നോക്കാണ്. ചിലപ്പോൾ നിലത്തെടുക്കും. ഒക്കെ നോക്കാം. ഇവിടുന്ന് ചാടാം നമുക്ക് അങ്ങോട്ട്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ചാടാം. ഓക്കെ ഗൈസ്, നമ്മൾ ബോട്ടിൽ കയറുന്നതിന് പകരം തിരിച്ച് വണ്ടി അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. വേറെ ബോട്ടിൽ ചെയ്യാം. അവിടെ വലിയൊരു ബോട്ട് എടുക്കുന്നുണ്ട്. അങ്ങോട്ട് കയറാൻ പറ്റുമോ നോക്കാം. ഇവിടെ മീൻ പിടിക്കാനുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആ ബോട്ടിൽ കയറാൻ പറ്റുമോ നോക്കാം.
ഇതും കൂടി പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ഇവിടുന്ന് ചാടാൻ പറ്റുമോ? ഇവിടുന്ന് ചാടണ്ട, അത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ചാടാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചാടാം. ഓക്കെ, നമ്മൾ തിരിച്ചെത്തി ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്താ ബാക്കിൽ കയറണ് ഗൈസ്? സ്വിച്ച് ഒന്ന് മാറിപ്പോയി. ഫ്രണ്ടിൽ കയറുന്നതിന് പകരം ബാക്കിൽ കയറിപ്പോയി. ഒന്നുകൂടി നോക്കാം. ഓക്കെ. പിന്നെ എന്തായാലും നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി പോയി കാണാം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് പോവാം. നമുക്ക് ഇങ്ങനെ ചുറ്റി അവിടെ വല്ലയിടത്തും കയറാൻ പറ്റുമോ നോക്കാം. അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതേപോലെ തന്നെ ആയിരിക്കും. സ്പീഡ് ബോട്ട് ഉണ്ടെന്ന് തോന്നണം, നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഈ വണ്ടിയുടെ പെയിന്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ കമന്റിൽ പറയാം. അയ്യോ ഗൈസ്, ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു വണ്ടി. ദേ വണ്ടി പോണ്. അയ്യോ, ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നല്ല. അവിടെ വണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ഓടി പിടിക്കതിനെ. ഓക്കെ, ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇടാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയി. ഇതില്ല, നമ്മൾ വണ്ടി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്പീഡ് ബോട്ടിലും കാര്യങ്ങളിലൊക്കെ കയറാൻ പറ്റുമോ നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പോകാനുള്ളതല്ല, നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക് പോവാം. അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഈ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്യണ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ നോക്കാം. പിന്നെ ഈ സ്ഥലം മൊത്തം ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഇത് കടലാണ് കേട്ടോ, കടലാണ്. നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയ അപ്പം നമ്മൾ തിരിച്ചെത്തും. നമുക്ക് ചാടി വയ്ക്കാലോ. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോകാം. അല്ലാണ്ട് ഇവിടെ നിന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ബോട്ടിൽ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ സൂപ്പറായേനെ. എന്തായാലും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടെ. നല്ല നല്ല സ്ഥലങ്ങളാണ്, നല്ല രസമാണ് കാണാനൊക്കെ. പക്ഷെ ഇതിലൊന്നും കയറാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. ആരും കുഴപ്പമില്ല. ഫുൾ സീൻ അപ്ഡേറ്റ് ആയിട്ടാണ് ഗെയിം വരുന്നത്. ഇനി അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അടിപൊളിയാവാനാണ് സാധ്യത. ഇനി എന്തായാലും നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തേക്ക് പോവാം. ഞാൻ കുറച്ച് സാധനങ്ങൾ തട്ടിമറിച്ചിടും, അതൊന്നും കാര്യമാക്കണ്ട. അടുക്കിട്ട് സ്റ്റെക്ക് വരുമ്പോൾ അങ്ങോട്ടൊക്കെ പോവും. പക്ഷേ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. കണ്ടുപിടിക്കണം കേട്ടോ, എനിക്ക് അതിൻ്റെ കറക്റ്റ് സ്ഥലം അറിയൂല. ഇതാണ് തോന്നുന്നത്, കണ്ടിട്ട് ഇതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇങ്ങോട്ട് നോക്കാം. ഇത് തന്നെയായിരുന്നു. നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണോ വേണ്ടയാവോ, എന്തായാലും നമുക്ക് അവിടെ വെച്ച് നോക്കാം. നല്ല വ്യൂവിൽ വണ്ടി കിടക്കുമെന്ന് ആദ്യം നോക്കണം. ഇട്ടർക്കിയ റോട്ടിലേക്ക് എത്തോ തിരിച്ച്? പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കയറ്റിടാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ റോഡിലെത്താനാണ് സാധ്യത. ബ്രേക്ക് കിട്ടുന്നില്ല. ഓക്കെ, തിരിച്ചെത്തി. എന്തായാലും വണ്ടി വിടിടാം, എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവിടെ പോയി നമ്മുടെ വ്യൂ ഒക്കെ എല്ലാതും ഫുൾ സെറ്റിങ്സിൽ പോയിട്ട് എല്ലാതും കൂട്ടിയിടാം, എന്നാലേ ആ വ്യൂ അങ്ങോട്ട് കിട്ടുള്ളൂ. എല്ലാതും ഫുള്ളാക്കിയിടാം, അപ്പോൾ ആ വ്യൂ നല്ല രീതിക്ക് തന്നെ വരും. അതാണ് സൂപ്പർ സാധനമായിട്ട് വരും. കണ്ട, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇതൊന്നുമില്ല, പറയാൻ പറ്റില്ല. കാരണം ഈ വണ്ടിയാണ് എപ്പോൾ വേണേലും പണി തരും എനിക്ക്. ഇപ്പം തന്നെ നേരത്തെ നമ്മുടെ വണ്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയിണ്ടായിരുന്നു.
അങ്ങനത്തെ ചെറിയ സീനുള്ളൂ. അതെൻ്റെ കുറ്റം തന്നെയാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ വണ്ടിയാണ്. ഓക്കെ ഗൈസ്, എന്തായാലും ഇത്രയുള്ള വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.